+1 സോഷ്യോളജിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി, എന്താണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി? സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ് സമൂഹശാസ്ത്രം. ആരാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്? അഗസ്റ്റ് കോംറ്റെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. മറ്റൊരു ചോദ്യം, സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സമൂഹശാസ്ത്ര ഭാവന എന്ന് പറയുന്നത് ആരുടെ ആശയമാണ്? C.W. മിൽസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയമാണ് സമൂഹശാസ്ത്ര ഭാവന. മറ്റൊരു ചോദ്യം, പ്രാകൃതമായ ലളിത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ വിഷയം. ഏതാണ് ആ വിഷയം? പ്രാകൃതമായ ലളിത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി. മറ്റൊരു ചോദ്യം, സമൂഹത്തിലെ സംഘത്തിലോ ഒക്കെയുള്ള ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് ഡാഷ് അഥവാ പദവി എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബം ഏതാണ്? ഒരു വ്യക്തിയെ വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബമാണ് പുനരുൽപാദന കുടുംബം അല്ലെങ്കിൽ പ്രത്യുൽപാദന കുടുംബം. എന്നാൽ ഒരു വ്യക്തി ജനിച്ച കുടുംബം ഏതാണ്? ഒരു വ്യക്തി ജനിച്ച കുടുംബമാണ് ദിശാ കുടുംബം. മറ്റൊരു ചോദ്യം, മറ്റു സംസ്കാരങ്ങളിലെ വിശ്വാസങ്ങളെയും ജീവിത രീതികളെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ അളവുകോൽ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുന്നതാണ് ഡാഷ് എന്ന് പറയുന്നത്. ഉത്തരം വംശീയ കേന്ദ്രോന്മുഖത. വംശീയ കേന്ദ്രോന്മുഖത എന്ന് പറഞ്ഞാൽ മറ്റു സംസ്കാരങ്ങൾ മോശമാണ്, നമ്മുടെ സംസ്കാരം മാത്രമാണ്, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭാഷ അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതാണ് വംശീയ കേന്ദ്രോന്മുഖത, എത്നോസെൻട്രിസം. എന്നാൽ എല്ലാ സംസ്കാരങ്ങൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട്, എല്ലാ സംസ്കാരങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആശയമാണ് സാർവജനീനത അഥവാ കോസ്മോപൊളിറ്റനിസം. ഇനി മറ്റൊരു ചോദ്യം, മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വിഷയത്തെ പഠിക്കുന്ന സമീപനം ഏതാണ്? ഉത്തരം വസ്തുനിഷ്ഠത. മറ്റൊരു ചോദ്യം, വർഗസമരം ആരുടെ ആശയമാണ്? വർഗസമരം കാൾ മാക്സിൻ്റെ ആശയമാണ് വർഗസമരം. മറ്റൊരു ചോദ്യം, എന്താണ് സംഘർഷം? സംഘർഷം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘർഷം. അധികാരത്തെ നിയമസാധുതയുള്ള ശക്തി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മാക്സ് വെബർ. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് കുലീനവൽക്കരണം? കുലീനവൽക്കരണം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ കാണുന്ന ഒരു സവിശേഷതയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹം മധ്യവർഗമായോ ഉപരിവർഗമായോ മാറുന്ന പ്രക്രിയയാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജി എന്ന് പറയുന്നത് ആര് സ്ഥാപിച്ചതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഇക്കോളജി സ്ഥാപിച്ചത് മുറൈ ബുക്ചിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഓരോ ചാപ്റ്റർ അടിസ്ഥാനമാക്കി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും അല്ലെങ്കിൽ സ്വകാര്യ പ്രശ്നവും പൊതുപ്രശ്നവും, ഇത് രണ്ട് രീതിയിലും പറയാം. ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം. ഈ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്, അത് നിർമ്മിച്ച വ്യക്തി C.W. മിൽസ് അല്ലെങ്കിൽ C. റൈറ്റ് മിൽസ് എന്ന് പറയുന്ന ആളാണ്. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദമാക്കുക. സ്കോപ്പ് ഓഫ് സോഷ്യോളജി. വ്യാപ്തി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സമൂഹശാസ്ത്രം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ഈ സമൂഹശാസ്ത്രത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. അടുത്ത പോയിൻ്റ്, സാമൂഹ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. മറ്റൊരു പോയിൻ്റ്, ദേശീയ പ്രശ്നങ്ങൾ അഥവാ ഒരു രാജ്യത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. മറ്റൊന്ന് ആഗോള പ്രശ്നങ്ങൾ. ആഗോള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തം നടക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നു. കാലാവസ്ഥ മാറ്റം, തൊഴിലില്ലായ്മ, യുദ്ധങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്നു. അതേപോലെ സ്വന്തം സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകാൻ സമൂഹശാസ്ത്രം സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
ചോദിക്കാൻ സാധ്യതയുള്ളത് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജിയും മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം, ഹിസ്റ്ററിയുമായുള്ള ബന്ധം, എക്കണോമിക്സുമായുള്ള ബന്ധം, ആന്ത്രോപോളജിയുമായുള്ള ബന്ധം, മനഃശാസ്ത്രവുമായുള്ള ബന്ധമൊക്കെ ചോദിക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. എന്താണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. സമ്പത്തിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയാം. അപ്പോൾ സമൂഹശാസ്ത്രം എന്താണ്? സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു വിഷയമാണ് രാഷ്ട്രമീമാംസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര മീമാംസ. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖ, വിജ്ഞാനശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര മീമാംസ. മറ്റൊന്ന് എന്താണ് നരവംശശാസ്ത്രം അഥവാ ആന്ത്രോപോളജി? പ്രാകൃത മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശശാസ്ത്രം. ഈ നരവംശശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പഠന രീതിയാണ് ഫീൽഡ് വർക്ക് അഥവാ പങ്കാളിത്ത നിരീക്ഷണം. ഈ ഫീൽഡ് വർക്ക്, പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ ദീർഘകാലം, വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്ത് താമസിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു പഠന രീതിയാണ്, ഒരു ഗവേഷണ രീതിയാണ് എന്ത്? ഫീൽഡ് വർക്ക് അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിഷയമാണ് ചരിത്രം. ചരിത്രം നമുക്കറിയാം, ഹിസ്റ്ററി. ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രം, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രം. ചരിത്ര സംഭവങ്ങൾ, രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പാഠത്തെക്കുറിച്ച് ചോദ്യങ്ങൾ പഠിക്കാം. രണ്ടാമത്തെ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്താണ്? സഞ്ചയം അല്ലെങ്കിൽ അർദ്ധസംഘം അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ്. സഞ്ചയം, അർദ്ധസംഘം അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ്. പരസ്പരം അറിയാതെ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ആൾക്കാരുടെ കൂട്ടമാണ് സഞ്ചയം അല്ലെങ്കിൽ അർദ്ധസംഘം അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ്. അതെവിടെ ഒരുമിച്ച് കൂടുക? അങ്ങനെ പരസ്പരം അറിയാത്ത ആൾക്കാർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, സിനിമാ തിയേറ്റർ, ഫുട്ബോൾ ഗാലറി, ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ പരസ്പരം അറിയാത്ത ആൾക്കാരാണ്. ഇതാണ് സഞ്ചയം അല്ലെങ്കിൽ അർദ്ധസംഘം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു സാമൂഹിക സംഘത്തിൻ്റെ അഥവാ ഒരു സോഷ്യൽ ഗ്രൂപ്പ്? അതാണ് സാമൂഹിക സംഘം, ഒരു കൂട്ടം. ആ സാമൂഹിക സംഘത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, അവർ പരസ്പരം എപ്പോഴും ആശയങ്ങൾ കൈമാറും, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തും, പരസ്പരമായ ആശയ കൈമാറ്റം നടക്കും. രണ്ട്, അവർക്കിടയിൽ എന്തുണ്ട്? ഒരു സംഘത്തിൻ്റെ ഇടയിൽ എന്തൊരു വികാരമുണ്ട്? നമ്മൾ എന്നുള്ള ഒരു ബോധം, ഒരു വികാരമുണ്ട്. അതുപോലെ ആ സംഘത്തിന്, ഒരു സാമൂഹിക സംഘത്തിന് പൊതുവായ കുറേ ലക്ഷ്യങ്ങളും പൊതുവായ കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ആ സാമൂഹിക സംഘത്തിലുള്ള ആൾക്കാർ എങ്ങനെ പെരുമാറണം, അതിനെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി കുറച്ച് സാമൂഹിക സംഘങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? സാമൂഹിക സംഘങ്ങൾ ഒരുപാടുണ്ട്. അത് പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം: പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്. പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ ചെറിയതാണ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്, പക്ഷേ ആൾക്കാർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. എന്നാൽ ദ്വിതീയ സംഘം എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, ആൾക്കാരുടെ എണ്ണം കൂടും, ബന്ധങ്ങളും പ്രാഥമിക സംഘത്തിനെ അപേക്ഷിച്ച് ബന്ധം കുറവായിരിക്കും. അതാണ് ദ്വിതീയ സംഘം. പ്രാഥമിക സംഘത്തിന് ഉദാഹരണമാണ് നമ്മുടെ കുടുംബം. കുടുംബം ഒരു ചെറിയ സംഘമാണ്, പരസ്പര ബന്ധമുള്ള കുറഞ്ഞ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് പ്രാഥമിക സംഘം. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വഗണം? സ്വഗണം എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, സ്വന്തം ഗണം, സ്വന്തം ഗ്രൂപ്പ്. നമ്മൾ അംഗമായ ഗ്രൂപ്പ് ഏതാണോ അതാണ് സ്വഗണം. ആ ഗ്രൂപ്പിനകത്തുള്ള ഒരു വികാരമാണ് നമ്മൾ എന്നുള്ള വികാരം. അതേപോലെ നമ്മുടേത്, നമ്മൾ എന്നുള്ള ചിന്തയൊക്കെ അവർക്കുണ്ടാവും. ഇനി മറ്റൊരു ചോദ്യം, ഇതേ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, എന്താണ് അന്യഗണം അല്ലെങ്കിൽ അന്യ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? നമ്മൾ അംഗമല്ലാത്ത ഗ്രൂപ്പാണ് അന്യഗണം അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പ്. മറ്റുള്ള ഗ്രൂപ്പിനെയാണ് അന്യഗണം എന്ന് പറയുക. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ വിളിക്കാം? അവർ, അവരുടേത് എന്നൊക്കെയാണ് നമ്മൾ അവരെ വിളിക്കുക. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് സാമൂഹിക ശ്രേണീകരണം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്താണ് സാമൂഹിക ശ്രേണീകരണം? സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളായി തരംതിരിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. അതേപോലെ സമൂഹത്തിലെ ഘടനാപരമായ അസമത്വമാണ് സാമൂഹിക ശ്രേണീകരണം. അതേപോലെ സാമൂഹ്യ പദവിയുടെ, ജനങ്ങളെ
അവരുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളായി വേർതിരിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം. ഇതൊക്കെ പറയാം. സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ ഉദാഹരണമാണ് ജാതി. ജാതിയിൽ തട്ടുകളായി ഓരോ ആൾക്കാരെ എങ്ങനെ മാറ്റി നിർത്താറുണ്ട്. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതൊക്കെ ഓരോ തട്ടുകളാണ്. ഇവർക്കൊക്കെ ഓരോ തട്ടിനും ഓരോ അവകാശങ്ങളാണ്. കുറച്ച് ബ്രാഹ്മണർക്ക് ഉയർന്ന അവകാശങ്ങൾ ഉണ്ടാവും, എന്നാൽ ശൂദ്രർക്കൊക്കെ കുറഞ്ഞ അവകാശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊന്നാണ്, എന്താണ് ജാതി? ജാതി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ജാതി. അതുപോലെ ഇന്ത്യയുടെ മാത്രം സവിശേഷതയാണ് ജാതി. അതേപോലെ ജാതിക്കകത്ത് എന്തുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ശ്രേണീകരണം, തട്ടാക്കി തിരിക്കുന്ന ശ്രേണീകരണമുണ്ട്. അതേപോലെ ജാതി മാറാൻ സാധ്യമല്ല. ഒരാൾ ജനിച്ച ജാതി ഏതാണോ മരണം വരെ അയാളുടെ ജാതി അതായിരിക്കും. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് വർഗം? ക്ലാസ്. ജാതിക്ക് കാസ്റ്റ് എന്ന് പറയും, വർഗത്തിന് ക്ലാസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇനി വർഗം എന്ന് നോക്കാം. വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല വർഗം, നമ്മൾ നേടിയെടുക്കുന്നതാണ് നമ്മുടെ വർഗം. മുതലാളി വർഗം, പൈസ നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതേപോലെ വിദ്യാഭ്യാസമുള്ള വർഗം, അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്നതാണ് മുതലാളി വർഗം. ഈ വർഗങ്ങൾ എന്ന് പറയുന്നത്, ഈ വർഗം ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല. ജാതി ഇന്ത്യയുടെ മാത്രം സവിശേഷതയാണെന്നാൽ വർഗം ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല. വർഗം ലോകം മൊത്തമുണ്ട്. ലോകം മൊത്തമുള്ളത് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സാർവത്രികം. സാർവത്രികമാണ് എന്നുള്ളത്. അതേപോലെ വർഗം നമുക്ക് ഏത് സമയത്തും മാറാനൊക്കെ പറ്റും. സമ്പത്ത് കൂടുമ്പോൾ സമ്പന്ന വർഗമാവും, സമ്പത്ത് കുറഞ്ഞാൽ പാവപ്പെട്ട വർഗമൊക്കെ ആയി മാറും. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് അധികാരത്തിൻ്റെയും താമസ സ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുടുംബങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്, പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അധികാരത്തിൻ്റെയും താമസ സ്ഥലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുടുംബത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് മാതൃമേധാവിത്വ കുടുംബം, മറ്റൊന്ന് പിതൃമേധാവിത്വ കുടുംബം. മാതൃമേധാവിത്വം എന്ന് പറഞ്ഞാൽ മാതാവിന് അധികാരമുള്ള കുടുംബമാണ് മാതൃമേധാവിത്വ കുടുംബം. സിമ്പിളാണ്. പിതൃമേധാവിത്വ കുടുംബം എന്ന് പറഞ്ഞാൽ പിതാവിന് അധികാരമുള്ള കുടുംബമാണ് പിതൃമേധാവിത്വ കുടുംബം. ഇനി വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരംതിരിക്കാം. അതാണ് മാതൃസ്ഥാനീയ കുടുംബം, അതുപോലെ പിതൃസ്ഥാനീയ കുടുംബം. മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ മാതാവ് എവിടെയാണോ, അഥവാ കല്യാണം കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും സ്ത്രീയുടെ മാതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് മാതൃസ്ഥാനീയ കുടുംബം. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് പിതൃസ്ഥാനീയ കുടുംബം. ഇനി വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. അതാണ് മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. മാതൃദായ കുടുംബം എന്ന് പറഞ്ഞാൽ വംശപാരമ്പര്യം മാതാവിലൂടെ പകർന്നു കൊടുക്കുന്നതാണ്. സ്വത്ത് മാതാവ് മൂത്ത മകൾക്കാണ് അവിടെ കൈമാറുക. എന്നാൽ പിതൃദായ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വത്ത് പിതാവിലൂടെ കൈമാറുന്നു, സ്വത്ത് മൂത്ത പുത്രനാണ് കൈമാറുക. ആ വംശത്തിൻ്റെ പേര് പിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇതാണ് അധികാരം, വാസസ്ഥലം, വംശപാരമ്പര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. മാതൃമേധാവിത്വം, പിതൃമേധാവിത്വം, മാതൃസ്ഥാനീയം, പിതൃസ്ഥാനീയം, മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം പഠിച്ചു വെക്കണം. ഇനി മറ്റൊരു ചോദ്യമാണ് വിവാഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളാണ്. ബഹുവിവാഹം, അതേപോലെ ഏകവിവാഹം. ഏകവിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോണോഗമി. ഒരാൾ ഒരു സമയം ഒരു ഇണയെ സ്വീകരിക്കുന്ന വിവാഹ രീതിയാണ് ഏകവിവാഹം. ഒരു സമയത്ത് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്നതാണ് ഏകവിവാഹം. അപ്പോൾ എന്താണ് ബഹുവിവാഹം? ബഹുവിവാഹം എന്ന് പറഞ്ഞാൽ പോളിഗമി എന്ന് ഇംഗ്ലീഷിൽ പറയും. ബഹുവിവാഹം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇണകളെ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരാവാം, അത് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരാവാം, ഇങ്ങനെ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കുന്ന വിവാഹമാണ് ബഹുവിവാഹം. ഇനി ഈ ബഹുവിവാഹത്തെ തന്നെ രണ്ടായി തരംതിരിക്കാറുണ്ട്. ബഹുവിവാഹത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അതാണ് ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ
ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ 2, 3, 4, 5, 10 ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ബഹുഭാര്യത്വം. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ബഹുഭർത്തൃത്വം. ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ 2, 3, 4, 5, 6 ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതാണ് ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ്? 2 നിയമങ്ങളാണ് പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഒന്ന് സ്വഗണ വിവാഹം, മറ്റൊന്ന് ബഹിർഗണ വിവാഹം അല്ലെങ്കിൽ അന്യഗണ വിവാഹം. സ്വഗണ വിവാഹം എൻഡോഗമി എന്ന് ഇംഗ്ലീഷിൽ പറയും, ബഹിർഗണ വിവാഹത്തിന് എക്സോഗമി എന്ന് പറയും. ആ പേര് തന്നെയുണ്ട് സ്വഗണ വിവാഹം. സ്വന്തം വിഭാഗത്തിൽ നിന്ന്, സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിയാണ്, വിവാഹ നിയമമാണ് സ്വഗണ വിവാഹം. സ്വന്തം വിഭാഗത്തിൽ നിന്ന്, സ്വന്തം മതമാവാം, ജാതിയാവാം, അതിൽ നിന്നൊക്കെ ജീവിത പങ്കാളിയെ, ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും കടന്നതാണ് സ്വഗണ വിവാഹം. ഇനി ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിന്, ഗണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം, സംഘം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സ്വന്തം ഗ്രൂപ്പിന്, സ്വന്തം സംഘത്തിന്, സ്വന്തം ഗണത്തിന് പുറത്തുള്ള ഒരാൾ വിവാഹം കഴിക്കുന്ന രീതിയാണ് ബഹിർഗണ വിവാഹം, അന്യഗണ വിവാഹം. വേറെ മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുക, വേറെ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുക, അതൊക്കെ ബഹിർഗണ വിവാഹത്തിന് ഉദാഹരണമാണ്. അപ്പോൾ 2 വിവാഹ നിയമങ്ങൾ ഏതൊക്കെയാണ്? സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് ബന്ധുത്വം? കിൻഷിപ്പ്. ബന്ധുത്വം എന്ന് പറഞ്ഞാൽ ആളുകൾ എങ്ങനെയാണോ ബന്ധുക്കളാവുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയമാണ് ബന്ധുത്വം. ഈ ബന്ധുത്വം 2 തരമുണ്ട്. ഒന്ന് രക്തബന്ധുത്വം, മറ്റൊന്ന് വിവാഹം വഴിയുള്ള ബന്ധുത്വം. വൈവാഹിക ബന്ധുത്വം, രക്തബന്ധുത്വം. വൈവാഹിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ ബന്ധുക്കളായത്? അവർ കല്യാണം കഴിച്ചപ്പോഴാണ് ബന്ധുക്കളായത്. അപ്പോൾ അതാണ് വൈവാഹിക ബന്ധുത്വം. വിവാഹം കഴിക്കുന്നത് മൂലം 2 പേര് ബന്ധുക്കളാവുന്നതാണ് വൈവാഹിക ബന്ധുത്വം. ഇനി എന്താണ് രക്തബന്ധുത്വം? രക്തബന്ധുത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളും നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും തമ്മിൽ എങ്ങനെയുള്ള ബന്ധുക്കളാണ്? നമ്മളെ സഹോദരൻ തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ്? രക്തബന്ധമാണ്. അതിനെയാണ് സഹോദര ബന്ധുത്വം അല്ലെങ്കിൽ രക്തബന്ധുത്വം എന്നൊക്കെ പറയാം. അപ്പോൾ ബന്ധുത്വം 2 തരമുണ്ട്. വൈവാഹിക ബന്ധുത്വം, അതേപോലെ രക്തബന്ധം വഴിയുള്ള ബന്ധുത്വം അല്ലെങ്കിൽ സഹോദര ബന്ധുത്വം എന്നും ഇതിന് പറയും. ഇനി മറ്റൊരു ചോദ്യം എന്താണ്? ആധുനിക രാഷ്ട്രങ്ങളുടെ 3 സവിശേഷതകൾ എന്തൊക്കെയാണ്? 3 സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പരമാധികാരം, പൗരത്വം, ദേശീയത. പൗരത്വം, പരമാധികാരം, പൗരത്വം, പരമാധികാരം, പിന്നെ ദേശീയത. ഇതാണ് ആധുനിക രാഷ്ട്രങ്ങളുടെ 3 സവിശേഷത. ഇനി മറ്റൊരു ചോദ്യം, മതത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തെല്ലാമാണ്? മതത്തിന് പൊതുവായ കുറച്ച് സവിശേഷതകളുണ്ട് എല്ലാ മതങ്ങൾക്കും. ഒന്ന് വിശ്വാസികളുടെ ഒരു കൂട്ടം, വിശ്വാസികളുടെ ഒരു സമുദായം, ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു സമുദായം ഉണ്ടായിരിക്കും. 2 പൊതുവായ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ആ മതക്കാർക്കുണ്ടായിരിക്കും. അതേപോലെ ഭയഭക്തിയും ബഹുമാനവും ഉണ്ടാക്കുന്ന കുറേ ചിഹ്നങ്ങൾ മതത്തിനുണ്ടായിരിക്കും. അമ്പലം, പള്ളി, ചർച്ച്, ശവപ്പറമ്പ്, ഇങ്ങനെ ഭയഭക്തിയും ബഹുമാനവും ഉണ്ടാക്കുന്ന കുറേ ചിഹ്നങ്ങളും സ്ഥലങ്ങളൊക്കെ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ മതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് വിശ്വാസികളുടെ ഒരു കൂട്ടമുണ്ടാകും, അതേപോലെ ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ടായിരിക്കും, അതേപോലെ ഭയവും ഭക്തിയും ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളും പ്രദേശങ്ങളും, അതേപോലെ ആരാധനാ സ്ഥലങ്ങൾ, ഇതൊക്കെ മതത്തിൻ്റെ സവിശേഷതയാണ്. ഇനി മുതലാളിത്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പ്രവർത്തിച്ച ഒരു സമൂഹശാസ്ത്രജ്ഞനാണ് മാക്സ് വെബ്. മാക്സ് വെബർ പറഞ്ഞു, മുതലാളിത്തത്തിൻ്റെ ഉയർച്ചയിൽ മതത്തിന് സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞതാണ് ആര്? മാക്സ് വെബർ. മുതലാളിത്തം ഉണ്ടാവാൻ കാരണം മതത്തിന് അതിലൊരു പങ്കുണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. കാരണം ക്രിസ്ത്യൻ മതത്തിൽ പറയുന്നുണ്ട് പണം സമ്പാദിക്കുന്നത് പുണ്യകർമ്മമാണ്. ഇത് കേട്ടപ്പോൾ കുറേ ആൾക്കാർ പണം സമ്പാദിച്ചപ്പോൾ അത് ലോകത്ത് മുതലാളിത്തം ഉണ്ടാവാൻ കാരണമായി എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, 4ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് പറയുന്നത്, എന്താണ് സംസ്കാരം അഥവാ കൾച്ചർ? അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച അഥവാ നേടിയെടുത്ത വിജ്ഞാനം, വിശ്വാസം, കല, ആചാരങ്ങൾ,
നന്മ തിന്മകൾ, ഇതൊക്കെയാണ് സംസ്കാരം. സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുത്ത വിശ്വാസം, സ്വഭാവം, ആചാരം, അതുപോലെയുള്ള കല, നിയമം എല്ലാം എന്തൊക്കെയാണോ മനുഷ്യൻ നേടിയത് അതൊക്കെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് സംസ്കാരത്തിൻ്റെ 3 മാനങ്ങൾ, 3 തലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 3 തലങ്ങൾ സംസ്കാരത്തിനുണ്ട്. ഏതൊക്കെയാണ്? ജ്ഞാനാത്മക സംസ്കാരം, നൈതിക സംസ്കാരം, ബൗദ്ധിക സംസ്കാരം. ജ്ഞാനാത്മക സംസ്കാരം, നൈതിക സംസ്കാരം, ബൗദ്ധിക സംസ്കാരം, ഇങ്ങനെ 3 തലങ്ങൾ സംസ്കാരത്തിനുണ്ട്. ഈ 3 തലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ആ 3 തലങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് വംശീയ കേന്ദ്രോന്മുഖത? വംശീയ കേന്ദ്രോന്മുഖത എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ് മികച്ചത് എന്ന് വിചാരിക്കുകയും നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുക. ഈ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ, അവരെന്താ ചെറിയ വസ്ത്രം ധരിക്കുന്നത്, അവർ വസ്ത്രം ചെറുതാണല്ലോ, അവർ ഇടുങ്ങിയ വസ്ത്രമാണല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ മോശമായി കണക്കാക്കുന്നതാണ് വംശീയ കേന്ദ്രോന്മുഖത. അതേപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്, എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കുന്നതാണ്, എല്ലാ സംസ്കാരങ്ങളുടെ മൂല്യങ്ങളെയും ഒക്കെ ആദരിക്കുന്നതാണ്, ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് സാർവജനീനത എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്താണ് സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ? അടുത്ത ചോദ്യമാണിത്. എന്താണ് സാമൂഹ്യവൽക്കരണം, എന്താണ് സോഷ്യലൈസേഷൻ, എന്താണ് സാമൂഹീകരണം? അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി സമൂഹത്തിൽ വളരുന്നത് സാമൂഹ്യവൽക്കരണം ഉള്ളതുകൊണ്ടാണ്. മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഒരു കുട്ടി ജനിച്ചത് മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. അപ്പോൾ എന്താ സാമൂഹ്യവൽക്കരണം? സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സാമൂഹ്യവൽക്കരണം. ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് മൂലമാണ് മനുഷ്യൻ എന്തായി മാറുന്നത്? ഒരു സാമൂഹ്യ ജീവി. സമൂഹത്തിലെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാനും പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ജീവിയായി മനുഷ്യന് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സമൂഹത്തിൽ ജനിച്ച് കുടുംബത്തിലും നാട്ടുകാരിലും അയൽക്കാരിലും സ്കൂളിലും ഒക്കെ പോകുന്നത് കൊണ്ടാണ് മനുഷ്യന് സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യന് ഇങ്ങനെ സാമൂഹ്യവൽക്കരണം ഉണ്ടാവുക, സാമൂഹീകരണം ഉണ്ടാവുക, ഇവിടെ നിന്നൊക്കെയാണ് കിട്ടുക? അതിന് നമുക്ക് കുറച്ച് ഏജൻസികളായി തരംതിരിക്കാം. സാമൂഹ്യവൽക്കരണ ഏജൻസികളാണ്. ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുക. നമ്മുടെ ഭാഷ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വസ്ത്രം എല്ലാം കുടുംബത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒന്നാമത്തെ ഏജൻസി കുടുംബമാണ്, നമ്മുടെ അമ്മയാണ്. അച്ഛനും അമ്മയൊക്കെയാണ് നമുക്ക് ആദ്യമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക. അതേപോലെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എങ്ങനെ പെരുമാറണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ അധ്യാപകരോട് പെരുമാറണം, എങ്ങനെ നമുക്ക് സ്കൂൾ ലീഡർ ആവാം, കുട്ടികളെങ്ങനെ നിയന്ത്രിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടും. അതേപോലെ നമുക്ക് സമപ്രായക്കാർ അഥവാ പിയർ ഗ്രൂപ്പ് എന്ന് പറയും. ഈ സമപ്രായക്കാരെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടൂലേ, കുറേ അറിവുകൾ നമുക്ക് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ കൂട്ടുകാരാണ് നമുക്ക് പറഞ്ഞു തരിക, എങ്ങനെ ആ കാര്യം ഇതാണ്, ഈ കാര്യം ഇതാണ്, എങ്ങനെ അത് ചെയ്യണം, ഇങ്ങനെ ഇത് ചെയ്യണം, അങ്ങനെ കുറേ നമ്മുടെ പ്രായവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂട്ടുകാർ കിട്ടും. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ സമൂഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സമപ്രായക്കാരും എന്താണ്? ഒരു സാമൂഹ്യവൽക്കരണ ഏജൻസിയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്ന ഒരു ഏജൻസിയാണ് മാധ്യമങ്ങൾ, പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, പിന്നെ സോഷ്യൽ മീഡിയ. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. എങ്ങനെ പെരുമാറണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം, എങ്ങനെ തമിഴ് പഠിക്കണം, എങ്ങനെ ഹിന്ദി പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതേപോലെ മറ്റൊരു ഏജൻസിയാണ് മതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടൂല. എങ്ങനെയാണ് പെരുമാറുന്നത്, ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഏതൊക്കെ വസ്ത്രം ധരിക്കണം, ഏതൊക്കെ ലഹരി ഉപയോഗിക്കാൻ പാടുമോ, മോഷ്ടിക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് മതം പഠിപ്പിച്ചു തരണം. അപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഈ സാമൂഹ്യവൽക്കരണം നൽകുന്ന കുറേ ഏജൻസികളാണ് നമ്മുടെ കുടുംബം, മതം, സ്കൂൾ, സമപ്രായക്കാർ, മാധ്യമങ്ങൾ, ഇതൊക്കെ. ഇനി അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്, അഞ്ചാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ്. എന്താണ് വസ്തുനിഷ്ഠത? വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കി, തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി അഥവാ ആരുടെയും ഭാഗം ചേരാതെ സത്യസന്ധമായി വിവരങ്ങളെ സമീപിക്കുന്ന രീതിയാണ് വസ്തുനിഷ്ഠത.
ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പദം, ഒരു സമീപനമുണ്ട്. അതാണ് ആത്മനിഷ്ഠത. ആത്മനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവരങ്ങൾ സത്യസന്ധമാണെന്നില്ല. വ്യക്തിയുടെ ഇഷ്ടങ്ങളെയും വ്യക്തിയുടെ താല്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ആത്മനിഷ്ഠത. ഇത് ശരിയാവണമെന്നില്ല, തെറ്റാവാൻ സാധ്യതയുണ്ട്, ശരിയാവാനും സാധ്യതയുണ്ട്. ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട് ഭാഗം ചേരലൊക്കെ ഈ ആത്മനിഷ്ഠതയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ആത്മപ്രതിഫലനം അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്സിവിറ്റി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണ് ആത്മപ്രതിഫലനം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾ എങ്ങനെയാണോ അത് നോക്കിക്കാണുക, അതനുസരിച്ച് നമ്മളെ തന്നെ വിലയിരുത്തുന്നതാണ് ആത്മപ്രതിഫലനം അഥവാ സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്? പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ വേറൊരു പേരാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് വർക്കിൻ്റെ ഉപജ്ഞാതാവ് മലിനോവ്സ്കി എന്ന് പറയുന്ന ആളാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഫീൽഡ് വർക്ക് അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഏത് വിഭാഗത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നത്, ആ പഠിക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്നതാണ് പങ്കാളിത്ത നിരീക്ഷണം. കുറേ വർഷങ്ങളെടുത്ത് അവരുടെ കൂടെ താമസിച്ച് വിവരങ്ങളൊക്കെ പ്രമാണമായി എഴുതി വെച്ച് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതാണ് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണം. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ ദീർഘകാലം താമസിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ഗവേഷണ രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക? ആദിവാസികളുടെ വീട്ടിൽ പോയി, അവരുടെ നാട്ടിൽ പോയി താമസിച്ചിട്ട് ഒരു വർഷത്തോളൊക്കെ അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ 5 മാസമൊക്കെ നിന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് പങ്കാളിത്ത നിരീക്ഷണം. ഇനി ഇങ്ങനെ ഈ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണം നടത്തിയ കുറേ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്, സമൂഹശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അവർ എഴുതിയൊരു കൃതിയാണ് ദി ഗോൾഡൻ ബോ. ഗോൾഡൻ ബോ എന്ന് പറയുന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജെയിംസ് ഫ്രേസർ. മറ്റൊരു ചോദ്യം, ട്രോബിയൻ്റെ ദ്വീപ് എന്ന് പറയുന്ന ദ്വീപുണ്ട്. ആ ദ്വീപിലെ ആൾക്കാരെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് മലിനോവ്സ്കി. ട്രോബിയൻ്റെ ദ്വീപിൽ പോയി പഠിച്ച വ്യക്തിയാണ് മലിനോവ്സ്കി. മറ്റൊരു ചോദ്യം, സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. ഒരു തെരുവിലെ കുറ്റവാളികളെക്കുറിച്ച് അവിടെ കുറ്റവാളിയുടെ കൂടെ താമസിച്ച് ഒരാൾ പഠിച്ചിട്ടുണ്ട്. അതാണ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകമാക്കി അദ്ദേഹം എഴുതിയത്. ഈ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എഴുതിയ വ്യക്തിയാണ് വില്യം ഫൂട്ട് വൈറ്റ്. മറ്റൊരു ചോദ്യം, മൺചുമരുകൾക്ക് പിന്നിൽ എന്ന് പറയുന്ന കൃതി ആരൊക്കെ എഴുതിയതാണ്? ഒരു ഭാര്യയും ഭർത്താവ് എഴുതിയ കൃതിയാണ്. അവരുടെ പേര് വില്യം വൈസറും ഷാർലറ്റ് വൈസറുമാണ് അവരുടെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ കുറേ കാലം താമസിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ താമസിക്കുമ്പോൾ ഈ പഠന രീതി, ഈ പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ ഈ ഫീൽഡ് വർക്കിന് എന്തെങ്കിലും പോരായ്മകൾ, പരിമിതികളുണ്ടോ? ഉണ്ടല്ലേ. കാരണം കുറേ കാലം ചെലവിടണം, കുറേ കാലം അവരുടെ കൂടെ താമസിക്കണം. അതേപോലെ എല്ലാ ജോലികളും ഈ ഗവേഷകൻ കുറേ ആൾക്കാരുടെ ഒരു 10, 20, 100 ആൾ പോയി ഒന്നും അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളൊക്കെ പോയി താമസിക്കുക. അപ്പോൾ എല്ലാ ജോലികളും എന്ത് ചെയ്യണം? ഗവേഷകൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരുപാട് സമയം ആവശ്യമാണ്. അതേപോലെ ചെറിയ ഒരു വിഭാഗത്തിൽ മാത്രമേ പഠനം നടത്താൻ പറ്റുള്ളൂ. ഒരു രാജ്യം മൊത്തം ഫീൽഡ് വർക്ക് നടത്താൻ പറ്റില്ല. ഒരു ചെറിയ ഒരു കുടുംബം അല്ലെങ്കിൽ ചെറിയ ഒരു ഗോത്രം അല്ലെങ്കിൽ ചെറിയ ഒരു വാർഡ്, ചെറിയ ഒരു പ്രദേശം, ഇപ്പോൾ നിലമ്പൂരിലെ ആദിവാസികൾ, വയനാട്ടിലെ ആദിവാസികൾ, ഇടുക്കിയിലെ ആദിവാസികൾ, അവരൊക്കെ പഠിക്കാൻ പറ്റും. കാരണം കുറഞ്ഞ പ്രദേശങ്ങളിൽ പോയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ പ്രദേശങ്ങളെ ഫീൽഡ് വർക്ക് നടത്താൻ പ്രയാസമാണ്. പിന്നെ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വസ്തുനിഷ്ഠമായിരിക്കണം. നമ്മുടെ ആത്മനിഷ്ഠമായിട്ട് നമ്മൾ തോന്നുന്ന കാര്യങ്ങളൊന്നും, നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊന്നും, നമ്മുടെ മുൻവിധികളും കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കണം. ഇനി ചുരുങ്ങിയ സമയത്തിലും ചുരുങ്ങിയ അധ്വാനത്തിലും ചുരുങ്ങിയ ചെലവിലും ഒരു വിഭാഗത്തെ പഠിക്കുന്ന രീതിക്ക് പറയുന്ന ഒരു ഗവേഷണ രീതി ഏതാണെന്ന് അറിയോ? അതാണ് സർവേ. കുറഞ്ഞ ചെലവ് മതി, കുറഞ്ഞ അധ്വാനം മതി, കൂടുതൽ ആൾക്കാരെ കുറിച്ച് പഠിക്കാനും പറ്റും. ഇനി മറ്റൊരു ചോദ്യമാണ്, വാമൊഴിയായി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി, വാമൊഴിയായി ഓറലി ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അഭിമുഖം, ഇൻ്റർവ്യൂ. വാമൊഴിയിലൂടെ രണ്ടാൾക്കാർ ഇരുന്നു കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, വിവിധ തരം അഭിമുഖങ്ങൾ ഏതൊക്കെയാണ്? തരംതിരിക്കുക. ഉത്തരം 2 തരം അഭിമുഖ രീതികളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന് ചിട്ടപ്പെടുത്തിയ അഭിമുഖം, മറ്റൊന്ന് ചിട്ടപ്പെടുത്താത്ത അഭിമുഖം. ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഔപചാരികമായ അഭിമുഖമാണ്. എന്നാൽ ചിട്ടപ്പെടുത്താത്ത അഭിമുഖം
അനൗപചാരികമായ അഭിമുഖമാണ്. ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൽ എന്തുണ്ട്? ചോദ്യങ്ങൾക്ക് ക്രമമുണ്ട്, ഓർഡറുണ്ട്, കൃത്യമായ സമയമുണ്ട്. എന്നാൽ ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിൽ ചോദ്യങ്ങൾക്ക് സമയമില്ല, ചോദ്യങ്ങൾക്ക് ക്രമമില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൽ പിന്നെ അതിൻ്റെ പ്രത്യേകത, ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം നൽകുന്ന ആളും തമ്മിൽ ഒരു ഔപചാരികമായ ബന്ധം, കൂടുതൽ ക്ലോസായ ബന്ധം ഉണ്ടാവില്ല ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൽ. എന്നാൽ ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിൽ ഗവേഷകനും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും തമ്മിൽ നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല ബന്ധം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി തന്നെ ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിൽ എന്ത് ചെയ്യും? പല ചോദ്യങ്ങളും ചോദിക്കും. ഒരു ചോദ്യം നിന്ന് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകും. കുടുംബത്തെക്കുറിച്ച്, അങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കാൻ കരുതാത്ത പല ചോദ്യങ്ങൾ നമുക്ക് എവിടെ ചോദിക്കാം? ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിൽ ചോദിക്കാം. എന്നാൽ ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിൽ, ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തുകയാണെങ്കിൽ അത് ചിട്ടപ്പെടുത്തിയ അഭിമുഖമാണ്. അത് കൃത്യമായ ചോദ്യത്തിന് എണ്ണം ഉണ്ടാവും. ആ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് അഭിമുഖം തീർക്കൊക്കെ വേണം. അപ്പോൾ അതാണ് ഔപചാരികമായ അഭിമുഖം, ചിട്ടപ്പെടുത്തിയ അഭിമുഖം. ഇനി ഈ ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിലും ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിലും വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏത് വിവരങ്ങളാണ് കൂടുതൽ നല്ല സത്യസന്ധമായ വിശ്വാസയോഗ്യമായ വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? ആപേക്ഷികമായി നോക്കുകയാണെങ്കിൽ ചിട്ടപ്പെടുത്തിയ അഭിമുഖത്തിനാണ് കൂടുതൽ വിശ്വാസയോഗ്യമായ അഭിമുഖം കിട്ടുക. കാരണം തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ത്രികോണമാപനം? ത്രികോണമാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ വ്യത്യസ്ത രീതിയിലൂടെ, വ്യത്യസ്ത സമീപനങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിവരശേഖരണ രീതികളിലൂടെ ഒരു വിഷയത്തെ വ്യത്യസ്തമായ വിവരശേഖരണ രീതികളിലൂടെ പഠിക്കുന്നതാണ് ത്രികോണമാപനം. ഒരു ത്രികോണത്തിന് എത്ര കോണുണ്ടാവും? 3 കോണില്ല. അതേപോലെ ഒരുപാട് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തെ പഠിക്കുന്നതാണ് ത്രികോണമാപനം. സർവേ ഉപയോഗിക്കാം, അഭിമുഖം ഉപയോഗിക്കാം, ഫീൽഡ് വർക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതൊരു ത്രികോണമാപനം. അപ്പോൾ ഒന്നിലധികം ഗവേഷണ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തെ പഠിക്കുന്നതാണ് എന്ത്? ത്രികോണമാപനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 6ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്താണ് സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിൽ സമൂഹത്തിൽ കാണുന്ന ഘടനാപരമായ അസമത്വത്തിന് പറയുന്ന പേര്? ഞാൻ മുമ്പ് പറഞ്ഞു ഉത്തരം സാമൂഹ്യ ശ്രേണീകരണം അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി സമൂഹത്തിലെ വിശേഷ അവകാശമുള്ള കുറേ ആൾക്കാരുണ്ട്, പ്രത്യേക അധികാരമുള്ള കുറേ ആൾക്കാരുണ്ട്. അവരനുഭവിക്കുന്ന 3 ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? സമൂഹത്തിലെ വിശേഷ അവകാശങ്ങളുള്ള ആൾക്കാർ അനുഭവിക്കുന്ന 3 ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം 1 ജീവിതാവസരങ്ങൾ, മറ്റൊന്ന് സാമൂഹ്യ പദവി, മറ്റൊന്ന് രാഷ്ട്രീയ സ്വാധീനം. അപ്പോൾ ജീവിതാവസരങ്ങളിൽ എന്തൊക്കെ പറയാം? അവർക്ക് നല്ല ആരോഗ്യത്തിനുള്ള അവസരം, വിദ്യാഭ്യാസത്തിനുള്ള അവസരം, പൈസ സമ്പാദിക്കാനുള്ള അവസരമൊക്കെ അവർക്കുണ്ടാവും. 2ാമത്തെ പോയിൻ്റ് സാമൂഹ്യ പദവി. ഉയർന്ന വിശേഷാവകാശമുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? നല്ല പദവി ഉണ്ടാവും സമൂഹത്തിൽ. അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നല്ല നല്ല സ്ഥാനത്ത് അധികാരത്തെ സ്ഥാനത്ത് അവരിയ്ക്കും. ഇനി 3ാമത്തത് അവർക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാവും. അവർക്ക് രാഷ്ട്രീയത്തിൽ മന്ത്രിമാരോ MLA മാരോ അങ്ങനെയുള്ള വലിയ വലിയ പദവികൾ രാഷ്ട്രീയത്തിൽ അവർക്കുണ്ടാവും. അപ്പോൾ വിശേഷാവകാശമുള്ള ആൾക്കാർക്ക് 3 വിശേഷാവകാശങ്ങളാണുള്ളത്. 1 ജീവിതാവസരങ്ങൾ, മറ്റൊന്ന് സാമൂഹിക പദവി, മറ്റൊന്ന് രാഷ്ട്രീയ സ്വാധീനം. പിന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയാൽ മതി. ഇനി മറ്റൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്രിയകൾ. എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്രിയകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്രിയകൾ 4 സഹകരണം, മത്സരം, സംഘട്ടനം. സിമ്പിളാണ്. സഹകരണം, സംഘട്ടനം. സഹകരണം, സംഘടനം, മത്സരം. ഇനി സഹകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഹകരണം മനുഷ്യ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. സഹകരണമില്ലാതെ മനുഷ്യന്മാർ തമ്മിൽ നിലനിൽപ്പില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ഇടനീളം മനുഷ്യർ തമ്മിൽ സഹകരണം ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി സഹകരണവുമായി ബന്ധപ്പെട്ട് എമിലി ഡർക്കിം പറഞ്ഞ ഒരാശയമാണ് ഐക്യം എന്ന് പറയുന്നത്. ഈ സഹകരണത്തെ എമിലി ഡർക്കിം ഐക്യമെന്ന് വിളിച്ചു. ഈ ഐക്യത്തെ എമിലി ഡർക്കിം 2ആയി തരംതിരിച്ചു. ഏതാണ് ഐക്യം? അതാണ് യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം. സഹകരണവുമായി ബന്ധപ്പെട്ട എമിലി ഡർക്കിം ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഐക്യത്തെ അദ്ദേഹം 2ആയി തരംതിരിച്ചു: യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം. ഇത് ഞാൻ പറയാം. ഇനി 2ാമത് ഞാൻ പറഞ്ഞത് മത്സരം എന്നുള്ള ഒരാശയമാണ്. മത്സരം സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ മത്സരം കാണാൻ പറ്റും.
മത്സരം എന്തിൻ്റെ സവിശേഷതയാണ്? മുതലാളിത്തത്തിൻ്റെ സവിശേഷതയാണ് മത്സരം. ലാഭമുണ്ടാക്കാൻ വേണ്ടി മുതലാളിത്തത്തിന് കീഴിൽ മുതലാളിമാർ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കാറുണ്ട്. കമ്പനികൾ തമ്മിൽ മത്സരം ഉണ്ടാവാറുണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ വാഹനം നിർമ്മിക്കുന്ന കമ്പനി, മൊബൈൽ നിർമ്മിക്കുന്ന കമ്പനിയൊക്കെ പരസ്പരം മത്സരിക്കും അവർ ഉൽപ്പന്നം ചിലവാക്കാൻ വേണ്ടി. അപ്പോൾ മത്സരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുതലാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ആശയമാണ് അന്യവൽക്കരണം, അലീനേഷൻ. ആരുടെ ആശയമാണ് അന്യവൽക്കരണം? കാറൽ മാർക്സിൻ്റെ ആശയമാണ് അന്യവൽക്കരണം. അന്യവൽക്കരണം എന്ന് പറയുന്ന ആശയം കാറൽ മാർക്സിൻ്റെ ആശയമാണ്. ഇത് പറയുന്നത് തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിലും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിലുമൊക്കെയുള്ള നിയന്ത്രണം, അവരുടെ സംതൃപ്തിയൊക്കെ നഷ്ടമാവുക. തൊഴിലാളികൾ വരിക, ജോലി എടുക്കുക, പോകുക, അല്ലാതെ അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ അതിനെയാണ് അന്യവൽക്കരണം. തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിൽ നിന്നും അവർ തൊഴിൽ ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നൊക്കെയുള്ള നിയന്ത്രണം നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? മുതലാളിത്തത്തിന് ഇംഗ്ലീഷിൽ ക്യാപിറ്റലിസം എന്ന് പറയും. അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, ലാഭമാണ് മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം. പരമാവധി ലാഭമുണ്ടാക്കലാണ് മുതലാളിത്തത്തിൻ്റെ ലക്ഷ്യം. അതേപോലെ അതിലെന്ത് കാണാം? തൊഴിൽ വിഭജനം. ഓരോ ആൾക്കാർക്ക് വ്യത്യസ്ത തൊഴിലുകൾ എങ്ങനെ വിഭജിച്ചു കൊടുക്കുന്ന തൊഴിൽ വിഭജനം മുതലാളിത്തത്തിൻ്റെ സവിശേഷതയാണ്. അതേപോലെ മുതലാളിത്തത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വ്യാപാരത്തിൻ്റെ വളർച്ച. വ്യാപാരം, കച്ചവടത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ വികാസം. കച്ചവടം പല സ്ഥലങ്ങളിലേക്കും, പല രാജ്യങ്ങളിലേക്കും അവരെന്ത് ചെയ്യും? കച്ചവടം അങ്ങനെ വ്യാപിക്കും, മുതലാളിമാർ വ്യാപിപ്പിക്കും. അതേപോലെ മറ്റൊരു സവിശേഷതയാണ് വൈദഗ്ധ്യവൽക്കരണം. മുതലാളിത്തത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വൈദഗ്ധ്യവൽക്കരണം. അഥവാ ഓരോ തൊഴിൽ ചെയ്യാനും ഓരോ വിദഗ്ധരുണ്ടാവും. മൊബൈലിന് ഒരു വിദഗ്ധർ, കമ്പ്യൂട്ടറിന് വേറെ വിദഗ്ധർ, ടി വിക്ക് വേറെ വിദഗ്ധർ, കാറിന് വേറെ വിദഗ്ധർ. അങ്ങനെ ഓരോ തൊഴിൽ ചെയ്യാനും പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും. വൈദഗ്ധ്യവൽക്കരണം എന്നാണ് അതിന് പറയാം. അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പാർട്സും വിദഗ്ധരായ ആൾക്കാരാണ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഓരോ മേഖലയിലും വിദഗ്ധർ വരാൻ തുടങ്ങി. അത് മുതലാളിത്തത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം ആരുടെ ആശയമാണ്? അത് എമിൽ ദർക്കീമിൻ്റെ ആശയമാണ്. ഐക്യത്തെ അദ്ദേഹം രണ്ടായി തരംതിരിച്ചു: യാന്ത്രിക ഐക്യദാർഢ്യം, ജൈവിക ഐക്യദാർഢ്യം. ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. എന്താണ് യാന്ത്രിക ഐക്യദാർഢ്യം, എന്താണ് ജൈവിക ഐക്യദാർഢ്യം? യാന്ത്രിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ പഴയ സമൂഹത്തിൽ കാണപ്പെടുന്നതാണ്. അഥവാ പ്രാകൃത സമൂഹത്തിലുണ്ടായിരുന്ന ആളുകൾ തമ്മിലുള്ള ഐക്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. അതേപോലെ ഇത് പഴയ സമൂഹം ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? വ്യവസായങ്ങളുണ്ടാവില്ല. അപ്പോൾ വ്യവസായങ്ങളില്ലാത്ത സമൂഹത്തിലാണ് യാന്ത്രിക ഐക്യദാർഢ്യം ഉണ്ടായിരുന്നത്. പണ്ടത്തെ സമൂഹം ആയതുകൊണ്ട് ആളുകൾ തമ്മിൽ എന്തുണ്ടാവും? നല്ല ബന്ധമുണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാവും. പണ്ടത്തെ സമൂഹം ആയതുകൊണ്ട് പിന്നെ അവിടെ എന്തില്ല? കൂടുതൽ തൊഴിലുകളൊന്നുമില്ല, കുറച്ച് തൊഴിലുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ വിഭജനം കുറവാണ്. യാന്ത്രിക ഐക്യദാർഢ്യത്തിലാണ് പറയുന്നത് കേട്ടോ. തൊഴിൽ വിഭജനം കുറവാണ്. അതേപോലെ വൈദഗ്ധ്യവൽക്കരണം കുറവാണ്. കാരണം പ്രത്യേകം കൂടുതൽ തൊഴിലുകളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പഴയ സമൂഹമാണ്, അപ്പോൾ വൈദഗ്ധ്യവൽക്കരണം കുറവാണ്. അതേപോലെ അന്നത്തെ ആൾക്കാർ ഏകദേശം എല്ലാവരും സെയിമായ ജീവിത രീതികളാണ്. അവർക്ക് വസ്ത്രങ്ങളും കാര്യങ്ങളും വാഹനങ്ങളൊക്കെ ഒരേപോലെയാണ് ഉണ്ടാവുക. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അതാണ് യാന്ത്രിക ഐക്യദാർഢ്യം. അപ്പോൾ യാന്ത്രിക ഐക്യദാർഢ്യത്തിൻ്റെ ഒരു 4 പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ ജൈവിക ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ജൈവിക ഐക്യദാർഢ്യം. അപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്തുണ്ട്? വ്യവസായങ്ങളുണ്ട്. അപ്പോൾ വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതയാണ് ജൈവിക ഐക്യദാർഢ്യം. ഇവിടെ എന്തുണ്ട്? തൊഴിൽ വിഭജനം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്തുണ്ട്? ഒരുപാട് തൊഴിലുകളുണ്ട്. അതേപോലെ വൈദഗ്ധ്യവൽക്കരണം കൂടുതലാണ്. ഒരുപാട് വിദഗ്ധരായ ആൾക്കാരുണ്ട്, പല പല ആൾക്കാർ. ഒരു ഡോക്ടർമാരിന് എത്ര വിധമുണ്ട്? കണ്ണിന്, മൂക്കിന്, പല്ലിന്, എല്ലിന്, തലക്ക്, ഹൃദയത്തിന്, കിഡ്നിക്ക്, അങ്ങനെ പല പല വിദഗ്ധരായ വൈദഗ്ധ്യവൽക്കരണം. അപ്പോൾ ജൈവിക ഐക്യദാർഢ്യത്തിൽ എന്തുണ്ട്? വൈദഗ്ധ്യവൽക്കരണമുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്? സമാനമായ ജീവിത രീതിയാണ് ഉണ്ടാവുക? അല്ല, പല ആളുകളും പല ജീവിത രീതികളാണ് ജൈവിക ഐക്യദാർഢ്യത്തിൽ ഉണ്ടാവുക. അതേപോലെ ആളുകൾ തമ്മിൽ പരസ്പരം ആശ്രയിക്കാറൊക്കെ ഉണ്ട്. ഈ സമൂഹത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾ തമ്മിൽ പരസ്പര ബന്ധം, ആശ്രയമൊക്കെ ഉണ്ട്. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് 7ാം പാഠത്തിലെ ചോദ്യമാണ്, എന്താണ് സാമൂഹ്യ മാറ്റം? സമൂഹത്തിൻ്റെ ഘടന അഥവാ ക്രമം, രൂപം, സമൂഹത്തിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാക്കുന്ന വലിയ സമൂഹത്തിൻ്റെ
ഘടനയിൽ മാറ്റങ്ങളുണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളാണ് സാമൂഹ്യ മാറ്റങ്ങൾ. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എസ്സേക്കൊക്കെ വരുന്ന ചോദ്യമാണ്, സാമൂഹ്യ മാറ്റങ്ങൾ എത്ര തരം, ഏതെല്ലാം, വിശദമാക്കുക. സാമൂഹ്യ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞതാണ്, ഒരുപാടെണ്ണമുണ്ട്. പരിണാമപരമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ, ഘടനാപരമായ മാറ്റങ്ങൾ, മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള മാറ്റങ്ങൾ. സിമ്പിളാണ്. ഒന്ന് പരിണാമപരമായ മാറ്റം. പരിണാമപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം ദീർഘകാലം എടുത്ത് നടക്കുന്ന മാറ്റങ്ങളാണ് പരിണാമപരമായ മാറ്റങ്ങൾ. ഇതിന് ഉദാഹരണമാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഇതിൽ അദ്ദേഹം പറയുന്നത് ജീവികളൊക്കെ കുറേ കാലം കൊണ്ട് ഇങ്ങനെ മാറി 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 വന്ന് മനുഷ്യരായതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെ സമൂഹശാസ്ത്രത്തിലും ഒരു പരിണാമ സിദ്ധാന്തമുണ്ട്. അത് ഹെർബർട്ട് സ്പെൻസറിൻ്റെതാണ്. അതാണ് സാമൂഹ്യ ഡാർവിനിസം അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസം. സാമൂഹ്യ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസം ഹെർബർട്ട് സ്പെൻസറിൻ്റെ ആശയമാണ്. അപ്പോൾ ഇതാണ് പരിണാമപരമായ മാറ്റങ്ങൾ. വളരെ സാവധാനത്തിൽ ദീർഘനാളായി നടക്കുന്ന മാറ്റങ്ങളാണ്. ഉദാഹരണം ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, അതേപോലെ ഹെർബർട്ട് സ്പെൻസറിൻ്റെ സോഷ്യൽ ഡാർവിനിസം ഉദാഹരണമാണ്. ഇനി മറ്റൊരു മാറ്റമാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഇതെന്താണ്? വളരെ പെട്ടെന്ന് നടക്കുന്ന മാറ്റങ്ങളാണ്, കുറഞ്ഞ കാലം കൊണ്ട് നടക്കുന്ന മാറ്റങ്ങളാണ്. ഉദാഹരണം ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഹരിത വിപ്ലവം, വ്യാവസായിക വിപ്ലവം. ഇതൊക്കെ സമൂഹത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് നടക്കുന്ന, കുറേ ആയിരക്കണക്കിന് വർഷമൊന്നും ഇതിനാവശ്യമില്ല, കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഉദാഹരണം റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഹരിത വിപ്ലവം, വ്യാവസായിക വിപ്ലവം, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. സമൂഹത്തിൻ്റെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കും. അതാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. ഇനി ഘടനാപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഘടനാപരമായ മാറ്റങ്ങൾ. ഇതിനുദാഹരണമാണ് നമ്മൾ കറൻസി നോട്ടിൻ്റെ വരവ്. അതുവരെ നാണയങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കറൻസി നോട്ട് വന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അഥവാ കടലാസ് പണം വന്നതോടുകൂടി കുറേ പണം ഒരുമിച്ച് സൂക്ഷിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇനി നാലാമത്തെ ഒരു മാറ്റമാണ് മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള മാറ്റം. എന്താ മൂല്യം? വാല്യൂ. ഏതാണ് നല്ലത്, ഏതാണ് തിന്മ, അതാണ് നമ്മൾ മൂല്യങ്ങൾ എന്ന് പറയാം. നന്മ തിന്മകൾക്കാണ് മൂല്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ഒരു 500 വർഷം മുമ്പുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യമല്ല ഇന്നത്തെ നല്ല കാര്യവും ചീത്ത കാര്യം. അപ്പോൾ മൂല്യങ്ങളും വിശ്വാസങ്ങളിലും മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മതത്തിൻ്റെതായാലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ആശയങ്ങളിലാണെങ്കിലും ചിന്തകളിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലുള്ള മാറ്റം. ഉദാഹരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിചാരം ചെറിയ കുട്ടികൾക്കൊക്കെ തൊഴിലെടുക്കാം, സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, തൊഴിലെടുക്കാൻ പോയിക്കോട്ടെ എന്നുള്ളൊരു നല്ലൊരു മൂല്യമായിരുന്നു തൊഴിൽ. പക്ഷേ ഇന്നെന്താണ്? കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കാൻ പാടില്ല, അത് ബാലവേലയാണ്. അപ്പം ആ മൂല്യം മാറ്റം വന്നു. അതുപോലെ കുറേ വർഷം മുമ്പ് എന്തായിരുന്നു? കുട്ടികളെ ചെറുപ്രായത്തിൽ 15 വയസ്സാകുമ്പോൾ 10 വയസ്സാകുമ്പോൾ ഒക്കെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്നുള്ളൊരു നല്ലൊരു മൂല്യമായിരുന്നു. പക്ഷേ ഇന്നത് മാറി, അത് തെറ്റാണെന്ന് തെളിയിച്ച് ഇന്ന് എന്താണ്? കുട്ടികളെ പഠിക്കാൻ വിടണം, പ്രായമായ ശേഷം കല്യാണം കഴിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് മൂല്യങ്ങളും വിശ്വാസങ്ങളും മാറാൻ തുടങ്ങി. അതേപോലെ നമുക്ക് പണ്ടുണ്ടായിരുന്ന കുറേ അന്ധവിശ്വാസങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇപ്പോൾ നമ്മളത് മാറ്റാൻ തുടങ്ങി. കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ മാറി പുതിയ പുതിയ നല്ല നല്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി. ഇതാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റങ്ങൾ. പരിണാമപരമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ, ഘടനാപരമായ മാറ്റങ്ങൾ, അതുപോലെ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള മാറ്റങ്ങൾ. സിമ്പിളാണ്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ശക്തി എന്ന് പറയുന്നത്? ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ് ശക്തി. നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട്, ആ ആൾക്കാർക്ക് അത് ഇഷ്ടമില്ലെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് ഹെൽമെറ്റ് ധരിപ്പിക്കണം എന്നുള്ളത്. അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പോലീസിന് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അതാണ് ശക്തി. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് ആധിപത്യം അല്ലെങ്കിൽ മേധാവിത്യം? ഡോമിനൻസ്. ഈ ശക്തി സ്ഥിരമാവുകയാണെങ്കിൽ, ഒരു ദിവസമല്ല, 10 ദിവസമല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമൊക്കെ ഈ ശക്തി ഇങ്ങനെ സ്ഥിരമായി ശക്തി പ്രയോഗിക്കുന്നതാണ് ആധിപത്യം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് എന്ത് ചെയ്തു? ആധിപത്യം സ്ഥാപിച്ചു. അവർ കുറേ കാലം അവർ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ അടക്കി ഭരിച്ചു. അതൊരു ആധിപത്യം അല്ലെങ്കിൽ മേധാവിത്വത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് നിയമം എന്ന് പറയുന്നത്? ലിഖിത രൂപത്തിലുള്ള ക്രോഡീകരിക്കപ്പെട്ട ചട്ടങ്ങളാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം,
എന്താണ് കുറ്റകൃത്യം? നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, എന്താണ് അധികാരം? നിയമം അനുസരിച്ചുകൊണ്ടുള്ള ശക്തി പ്രയോഗിക്കലാണ് അധികാരം. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യ നമ്മളെ ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടനയിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശക്തിയാണ് അധികാരം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് ബന്ധിത സമുദായം? ഗേറ്റഡ് കമ്മ്യൂണിറ്റി. സിമ്പിളാണ്, ബന്ധിത സമുദായം. ഇത് നഗരങ്ങളിലെ ഒരു സവിശേഷതയാണ് ബന്ധിത സമുദായം. നഗരങ്ങളിൽ എന്തുണ്ട്? ചില വീടുകൾ അയൽപ്പക്കങ്ങളെ വലിയ മതിലുകളും ഗേറ്റുകൾ അഥവാ കവാടങ്ങളും ഉപയോഗിച്ച് വേർതിരിച്ച് നിർത്താറുണ്ട്. ഇത്തരം സമുദായങ്ങളാണ് ബന്ധിത സമുദായം. നഗരപ്രദേശങ്ങളിൽ ചുറ്റുമുള്ള വീടുകളെ വലിയ മതിലുകളും കവാടങ്ങളും ഉപയോഗിച്ച് വേർതിരിച്ച് നിർത്താറുണ്ട്. ഫ്ലാറ്റുകൾ നമുക്കറിയാം, വില്ലകൾ നമുക്കറിയാം. ഇതാണ് ബന്ധിത സമുദായം എന്ന് പറയുന്നത്. മറ്റൊന്ന്, എന്താണ് കുലീനവൽക്കരണം? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട നഗരത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മധ്യ വിഭാഗമായോ ഉയർന്ന വിഭാഗമായോ മാറുന്ന പ്രക്രിയയാണ് കുലീനവൽക്കരണം. ഇനി മറ്റൊരു ചോദ്യം, നഗരങ്ങളിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നഗരങ്ങളിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നഗരങ്ങളിൽ എന്താണ്? ഒരുപാട് പ്രത്യേകത. സിമ്പിളാണ്. ജനസംഖ്യ കൂടുതലാണ്, ജനസാന്ദ്രത കൂടുതലാണ്, അതേപോലെ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്, വ്യത്യസ്തമായ തൊഴിലുകളുണ്ട്, അതേപോലെ ചേരികൾ നമുക്ക് കാണാൻ പറ്റും, മലിനീകരണം നമുക്ക് കാണാൻ പറ്റും, ഗതാഗത പ്രശ്നങ്ങൾ നമുക്ക് നഗരങ്ങളിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകത നഗരത്തിനുണ്ട്. ഇനി ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താ? ഗ്രാമത്തിൻ്റെ പ്രത്യേകത കൃഷിയാണ് പ്രധാനപ്പെട്ടത്. ജനസംഖ്യ കുറവാണ്, ജനസാന്ദ്രത കുറവാണ്, മലിനീകരണം കുറവാണ്, അതേപോലെ ആളുകൾ തമ്മിൽ നല്ല ഐക്യമുണ്ട്. നഗരത്തിലാണെങ്കിൽ ആളുകൾ തമ്മിൽ ബന്ധം, പരിചയം കുറവാണ്. അതേപോലെ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഗ്രാമത്തിൽ ജാതി മതമൊക്കെ കുറച്ച് ശക്തമായി ഗ്രാമത്തിലുണ്ടാകും. എന്നാൽ നഗരത്തിൽ ജാതി മതവും അത്ര ശക്തമല്ല. ഇനി 8ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്, പരിസ്ഥിതിയെക്കുറിച്ച് ചാപ്റ്ററാണ്. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? എസ് ചോദിക്കാം. പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പ്രശ്നം, വിഭവ ശോഷണം. വിഭവങ്ങൾ ശോഷിക്കുക, ഇല്ലാതാവുക. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ പരിസ്ഥിതിയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ എന്ത് ചെയ്യാണ്? ഇല്ലാതാവുക. ഉദാഹരണം, ഭൂമിയിലെ ജലം, ഭൂഗർഭജലം. നമ്മൾ കുഴൽക്കിണർ അടിച്ച് ഭൂമിൻ്റെ ഉള്ളിൽ പാറക്കെട്ടിൻ്റെ ഒക്കെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഭൂഗർഭജലം ശോഷിക്കും, ഇല്ലാതാവും. അതേപോലെ നമ്മൾ കൽക്കരി, അതേപോലെ പെട്രോളിയം, ഡീസൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഭൂമിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പരിസ്ഥിതി പ്രശ്നമാണ്. അതിന് പറയുന്ന പേരാണ് വിഭവശോഷണം. നമ്മൾ ഭൂമിയിൽ പുതുക്കാനും വീണ്ടും നിർമ്മിക്കാനും കഴിയാത്ത വിഭവങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥയാണ് വിഭവശോഷണം. ഉദാഹരണം, ഭൂഗർഭജലമായ കുടിവെള്ളം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു പരിസ്ഥിതി പ്രശ്നമാണ് മലിനീകരണം. സിമ്പിളാണ്. മലിനീകരണം എത്ര വിധമുണ്ട്? ശബ്ദമലിനീകരണം, മണ്ണ് മലിനീകരണം, വായുമലിനീകരണം, ജലമലിനീകരണം. ഇതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് എഴുതാം. ജലമലിനീകരണത്തിന് കാരണം എന്താണ്? ഫാക്ടറിയിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുക, അതേപോലെ മണ്ണിൽ നിന്ന് രാസവളങ്ങളും കീടനാശിനികളും കലർന്ന വെള്ളം തോട്ടിലേക്ക്, കുളത്തിലേക്ക്, പുഴയിലേക്ക് ഒഴുകി പോവുക. ഇതെന്ത് ചെയ്യും? ജലമലിനീകരണം ഉണ്ടായി കഴിഞ്ഞാൽ നദിയിലെ മത്സ്യങ്ങളൊക്കെ ചത്തുപൊന്തും, അതേപോലെ അതിൽ കുളിക്കുന്ന ആൾക്കാർക്ക് പകർച്ചവ്യാധികൾ വരും. ഇനി മറ്റൊന്ന്, വായുമലിനീകരണം. വായുമലിനീകരണത്തിന് കാരണം എന്താ? നമ്മൾ വായുവിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പുക, ഫാക്ടറിയിലെ പുക, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ. വായുമലിനീകരണം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. നമുക്കറിയാം, ഡൽഹിയിൽ വായുമലിനീകരണം കൂടുതലാണ്, അവിടെ ഫാക്ടറികളും വാഹനങ്ങളും കൂടുതലായതുകൊണ്ട്. ഇനി ശബ്ദമലിനീകരണം നമുക്കറിയാം. ഫാക്ടറിയിലെ സൈറണ്, ഉച്ചഭാഷിണി മൈക്കിലെ സൈറണുകൾ, പടക്കം പൊടുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ ശബ്ദമലിനീകരണത്തിന് കാരണം. ഇതും നമുക്കൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ എന്താ അറിയുക? ആഗോളതാപം, ഭൂമിയിൽ മൊത്തം താപം കൂടുക. ഗോളം എന്ന് പറഞ്ഞ ഭൂമിയില്ലേ, ആ ഭൂമിയിൽ മൊത്തം താപം കൂടുന്നതാണ് ആഗോളതാപനം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ താപം കൂടുന്നത്? രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വാതകങ്ങൾ ഫലമായിട്ടാണ് ഭൂമിയിൽ താപം കൂടുക. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഇതിനെ വിളിക്കുന്ന പേരാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും എന്ന് പറയുന്ന വാതകങ്ങൾ
അന്തരീക്ഷത്തിൽ പരിസ്ഥിതിയിൽ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചൂടിനെ ഇത് കൂട്ടും. ഈ വാതകങ്ങൾ ചൂട് വലിച്ചെടുക്കും. അങ്ങനെ അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെടികൾ ഉണങ്ങും, മനുഷ്യരുണങ്ങും, മനുഷ്യർക്ക് തൊലി പൊള്ളും, സൂര്യാഘാതമേൽക്കും, മനുഷ്യർക്കും ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ജീവിക്കാൻ കഴിയാതെ വരും. അതേപോലെ മറ്റൊരു പ്രധാന പ്രശ്നം, ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ഭൂമിയിൽ കുറേ സ്ഥലങ്ങളിൽ മഞ്ഞുമലകളുണ്ട്. ആ മഞ്ഞുമല ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഞ്ഞുരുകി വെള്ളമായി ഒലിച്ചിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ പ്രദേശങ്ങൾ ഒഴുകിയുള്ള നദിയിലൊക്കെ വെള്ളം ഉയരും. ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറും. ആളുകൾ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ആഗോളതാപനം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ വിഭവശോഷണം, അതേപോലെ മലിനീകരണം, ആഗോളതാപനം. ഇനി മറ്റൊന്ന്, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. പരീക്ഷണശാലയിൽ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന കുറേ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പുതിയ ചെടികൾ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ പുതിയ പക്ഷികൾ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു ജീവജാലത്തിൻ്റെ ജീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ജീനിനെ മറ്റൊരു ജീനിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ജീവജാലത്തെ, പുതിയ ഒരു സസ്യത്തെ, ഒരു പുതിയ പ്രാവിനെ, പുതിയൊരു പക്ഷിയൊക്കെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇതാണ് ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളും പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതെക്കുറിച്ച് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ദുരന്തങ്ങൾ. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ്, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് 1984 ഭോപ്പാൽ ദുരന്തം. ഭോപ്പാലിലൊരു ഫാക്ടറി ഉണ്ടായിരുന്നു, യൂണിയൻ കാർബൈഡ് ഫാക്ടറി. ആ ഫാക്ടറിയിൽ എന്തുണ്ടായി? 1984 ഒരു ഗ്യാസ് ചോർന്നു, ഒരു വാതകം ചോർന്നു. അവിടുത്തെ കുറേ കുട്ടികളും ആളുകളൊക്കെ മരണപ്പെട്ടു. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ് എന്ന് പറയാൻ കാരണം, ഈ ഫാക്ടറിയിൽ നമുക്കൊരു ഫാക്ടറി തുടങ്ങി എന്ത് കിട്ടണം? ലൈസൻസ് കിട്ടണം. വാതകമൊക്കെ നല്ല രീതിയിലാണ്, ചോർച്ചയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് കിട്ടണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ ഫാക്ടറിയിലെ ഉടമക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തൊക്കെ ലൈസൻസ് വാങ്ങിയതാണ്. അങ്ങനെ ശരിക്കും ഇത് ചെക്ക് ചെയ്തില്ല, ഗ്യാസ് ലീക്കാവുമെന്ന് ചെക്ക് ചെയ്തില്ല. അങ്ങനെ ഭോപ്പാലിൽ ഗ്യാസ് ലീക്കായി ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതാണ് ഭോപ്പാൽ ദുരന്തം. ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിന് ഉദാഹരണമാണ് ഭോപ്പാൽ ദുരന്തം. ഇനി മറ്റേത് പ്രകൃതിദത്തമായ ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം പ്രകൃതിദത്തമായ ദുരന്തങ്ങൾ. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ, അതേപോലെ പ്രളയം, സുനാമി, ഇതൊക്കെ പ്രകൃതിദത്തമായ ദുരന്തങ്ങൾ. നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടുണ്ടാകുന്നതല്ല ഈ സുനാമിയോ ഉരുൾപൊട്ടലോ പ്രളയമോ കൊടുങ്കാറ്റ്. ഇതൊന്നും പ്രകൃതിക്കും അതിലൊരു പങ്കുണ്ട്. മനുഷ്യനും ചെറിയൊരു പങ്കുണ്ടാവും, പക്ഷേ പ്രകൃതിക്കാണ് കൂടുതൽ പങ്ക്. സുനാമി, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഇതൊക്കെ എന്തുണ്ടാവും? പരിസ്ഥിതി പ്രശ്നമാണ്, ദുരന്തമാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മരണപ്പെടും, കുറേ വീടുകൾ തകരും, ചെടികൾ തകരും, മനുഷ്യർ തകരും, മൃഗങ്ങൾ തകരും, മരിക്കും. സുനാമി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മരണപ്പെടും. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മരണപ്പെടും, പകർച്ചവ്യാധികൾ ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇനി ഒരു ചെറിയ ചോദ്യമാണ്, എന്താണ് റിസ്ക് സൊസൈറ്റി അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സമൂഹം? അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത് അപകട സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ്. മനുഷ്യന് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് ടെക്നോളജി, ഒരുപാട് യന്ത്രങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അപകട സാധ്യതയുള്ള സമൂഹത്തിലാണ് മനുഷ്യർ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മനുഷ്യൻ്റെ ഈ ഫാക്ടറികളോ മനുഷ്യൻ്റെ യന്ത്രങ്ങളോ ഇതൊന്നും എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് മനുഷ്യന് ഇതുവരെ പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മനുഷ്യന് മനസ്സിലാവാത്ത ഒരുപാട് സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം. ആ സമൂഹങ്ങളെ നമ്മൾ അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറയാം. വ്യവസായശാലകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് വ്യവസായശാലകൾ പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കാം? കറണ്ട്, അതുപോലെ ഫാക്ടറികൾ, നമ്മുടെ യന്ത്രങ്ങൾ ഒക്കെ സമയത്ത് എന്ത് സംഭവിക്കാം? അങ്ങനെയുള്ള അപകട സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ അപകട സാധ്യതയുള്ള സമൂഹം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ വരാത്ത ഒരുപാട് ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ നോട്ടും ടെസ്റ്റൊക്കെ നല്ല രീതിയിൽ വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ശരി.